ഇന്ന് 20-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രത്തെ തേടി വലിയൊരു നേട്ടം എത്തിയിരിക്കുകയാണ്. അതെന്താണെന്നല്ല അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. 5 സിനിമകളാണ് ഈ ഒരു പട്ടികയിലുള്ളത്. അത് ഏതൊക്കെ സിനിമകളാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പൊസിഷനിലുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 95,63,00,000 രൂപ നേടി. രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് പ്രേമലു എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ടോട്ടൽ കളക്ഷനായി നേടിയിരിക്കുന്നത് 30,90,00,000 രൂപ. രണ്ടാം സ്ഥാനത്തുള്ള പ്രേമലുവിനെക്കാട്ടിലും 3 ഇരട്ടിയിൽ കൂടുതലാണ് ഒന്നാം സ്ഥാനത്തുള്ള മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് ആവേശം എന്ന് പറയുന്ന ചിത്രമാണ്. 25,05,00,000 രൂപയാണ് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. നാലാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ സ്ഥാനം. ഈ ഒരു ചിത്രത്തിന് 19 ദിവസങ്ങൾ കൊണ്ട് 21 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം. ഞാനിപ്പോൾ പറഞ്ഞ 4 സിനിമകളും 2024 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം റിലീസായ സിനിമകളാണ്. അതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ 5-ാമത്തെ പൊസിഷനിൽ ഉള്ളത് ലാലേട്ടന്റെ പുലിമുരുകം എന്ന് പറയുന്ന ചിത്രമാണ്. 20,80,00,000 രൂപയാണ് ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ. ട്രാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ലാലേട്ടന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അപ്ഡേറ്റ് വിഷയത്തിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജെൻജനാസ്. ഓക്കെ, ബൈ.